गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2026 ജനുവരി 25 മുതൽ 31 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മകരം 11 മുതൽ 17 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. അനുഭവഗുണം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭം, ധനനഷ്ടം, കാര്യവിജയം, സ്വസ്ഥതക്കുറവ് എന്നിവ ഉണ്ടാകാം. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. കളത്രസുഖം ഉണ്ടാകും. രോഗവർദ്ധനവിന് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് കലഹങ്ങൾക്ക് സാധ്യത. ശത്രുവർദ്ധനവും മനോദുഃഖങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും കീർത്തിയും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. കളത്രസൗഖ്യം ഉണ്ടാകും. വാക്കു പാലിക്കാൻ സാധിക്കും. വാതരോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, മാനക്ഷയം എന്നിവ ഉണ്ടായേക്കാം. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. ശയനസുഖം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, മനപ്രയാസം എന്നിവയ്ക്കിടയുണ്ട്. വ്രണാദി രോഗങ്ങളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകാം. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ നിമിത്തം ദൂരവ്യാപകമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കളത്രസുഖവും ഗൃഹോപകരണ ലബ്ധിയും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾക്ക് സാധ്യത. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വാതന്ത്ര്യക്കുറവും ധർമ്മപ്രവൃത്തികളിൽ താല്പര്യമില്ലായ്മയും അനുഭവപ്പെടും. ദാമ്പത്യസുഖം കുറയും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടും. നയനരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ബന്ധനം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാം. ശാരീരിക അധ്വാനം വർദ്ധിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുശല്യവും മനോവിഷമവും ഉണ്ടാകും. അഭീഷ്ടകാര്യസിദ്ധിയും ധനവരവും ഉണ്ടാകും. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. മിക്ക കാര്യങ്ങളും അനുകൂലമായി തീരും. അഗ്നിഭയം, ബന്ധനം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമനത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതി, ധർമ്മശാസ്ത്രപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭം, മുറിവ് പറ്റുക, ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പുത്രദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. വിവേകശൂന്യമായ പ്രവൃത്തികൾ ഒഴിവാക്കുക. കർമ്മഗുണം കുറയും. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. വൃദ്ധസ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്രപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ, കുജൻ എന്നിവരും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും രോഗശാന്തിയും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകാനിടയുണ്ട്. ആജ്ഞാശക്തിയും സാമർഥ്യവും വർദ്ധിക്കും. ധനലാഭവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശവും ഉദരരോഗങ്ങളും ഉണ്ടായേക്കാം. രോഗശമനം, ശയനസുഖം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. ദാമ്പത്യസുഖം കുറയും. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വിഷമിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് ശുക്രൻ, രവി, ബുധൻ, കുജൻ എന്നിവരും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗ്രഹവാഹനാദി സൗഖ്യവും വാഹനഗുണവും ഉണ്ടാകും. ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിനിടയുണ്ട്. യാത്രാക്ലേശം ഉണ്ടാകും. ഐശ്വര്യവും വസ്ത്രാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. പല പ്രകാരത്തിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ശുക്രൻ, രവി, ബുധൻ, കുജൻ എന്നിവരും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണതയും ബന്ധുക്കൾക്ക് അരിഷ്ടതയും ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും അനുഭവ ഗുണവും ഉണ്ടാകാം. കുടുംബസൗഖ്യവും കാര്യസിദ്ധിയും പ്രതീക്ഷിക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾക്ക് സാധ്യത. കാര്യവിജയം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ശുക്രൻ, രവി, ബുധൻ, കുജൻ എന്നിവരും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും സഞ്ചാരക്ലേശവും ഉണ്ടാകും. കാര്യവിജയം, അനാരോഗ്യം, ദുഃഖം, ശത്രുനാശം എന്നിവ ഉണ്ടാകാം. സ്വജനവിരഹവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. അനുഭവഗുണം കുറയും. കളത്ര സൗഖ്യം, വിശേഷ വസ്ത്രലാഭം ഉണ്ടാകാം. കീഴുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രൻ, രവി, ബുധൻ, കുജൻ എന്നിവരും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും ധനനഷ്ടവും ഉണ്ടായേക്കാം. വസ്ത്രാഭരണാദികൾക്ക് വേണ്ടി പണം ചിലവാക്കാനിടയുണ്ട്. വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ശത്രുഭയവും രോഗവർദ്ധനവും പ്രതീക്ഷിക്കാം. ദ്രവ്യനഷ്ടം, ദുഃഖം എന്നിവ ഉണ്ടായേക്കാം. വസ്ത്രലാഭം, ഭയം, ദുഃഖം, കർമ്മതടസ്സം എന്നിവയ്ക്ക് ഇടയുണ്ട്. കർമ്മഗുണം കുറയും. ബന്ധുക്കളുമായി വിരോധത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രൻ, രവി, ബുധൻ, കുജൻ എന്നിവരും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. ധനവരവ് മെച്ചപ്പെടും. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, ദുഃഖം എന്നിവയ്ക്ക് ഇടയുണ്ട്. അധികാരികളുടെ പ്രീതിക്ക് പാത്രമാകാൻ സാധ്യത കാണുന്നു. വിദ്യാഗുണവും കുടുംബസൗഖ്യവും ഉണ്ടാകും. ബന്ധുഗുണം കുറയും. നിർഭയത്വവും സുഗന്ധദ്രവ്യ ലാഭവും ഉണ്ടാകും. അടുത്ത ബന്ധുക്കൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.